അക്കൗണ്ട് ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലിക്കകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, അതുപോലെ ട്രയൽ ബാലൻസ് എന്നിവയൊക്കെ കുറിച്ചിട്ടാണ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടാലി പ്രൈം കുറച്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട്സിൽ നിന്നും ഒരു കമ്പനി പർട്ടിക്കുലർ പീരീഡിനകത്തുള്ള ഫിനാൻഷ്യൽ ഹെൽത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ട്രയൽ ബാലൻസ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, ഡേ ബുക്ക് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആദ്യത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ഇത് വന്നിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ഒരു ഓവർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് വെറും ബി പറയുന്ന കീയിൽ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് രണ്ട് സെക്ഷൻസ് ആണ് വരുന്നത്, അസറ്റും ലയബിലിറ്റിയും. അപ്പോൾ ബാലൻസ് ഷീറ്റ് എങ്ങനെ എടുക്കാൻ നോക്കാം. ഒന്നില്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് പോയിട്ട് ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിനകത്തുള്ള ബി വർണ്ണ കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബാലൻസ് ഷീറ്റിനകത്താണ്. ഇതിനകത്ത് വരുന്ന രണ്ട് സെക്ഷനാണ് അസറ്റ്, ലയബിലിറ്റിയും. അപ്പോൾ അസറ്റിന്റെ ടോട്ടലും അതുപോലെ ലയബിലിറ്റിന്റെ ടോട്ടലും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഇനി ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ വ്യൂ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ചേഞ്ച് വ്യൂ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് വെർട്ടിക്കൽ പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാലൻസ് ഷീറ്റിന്റെ വ്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പഴയ രൂപത്തിൽ തന്നെ ആക്കണമെങ്കിൽ വീണ്ടും ചേഞ്ച് വ്യൂവിൽ പോവാം. അപ്പോൾ വെർട്ടിക്കൽ പോയിട്ട് ഹൊറിസോണ്ടൽ എന്നാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ മെത്തേഡിൽ തന്നെ ബാലൻസ് ഷീറ്റ് വ്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് കമ്പനിയിൽ എത്ര എക്സ്പെൻസ് ഉണ്ടായി അല്ലെങ്കിൽ എത്ര ഇൻകം വന്നു, ഈ ഒരു ഡീറ്റെയിൽസിന്റെ ഒരു സമ്മറിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ മറ്റൊരു പേര് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാനുള്ള ഷോർട്ട് കട്ട് കീ പറയുന്നത് ക്യാപിറ്റൽ പി ആണ്. നമ്മുടെ കീബോർഡിലുള്ള പി വരുന്ന കീ ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. ഒന്നില്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് റിപ്പോർട്ട്സിന്റെ അണ്ടറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിനകത്തുള്ള പി പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്താണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു, അതുപോലെ എത്ര ഇൻകം ഉണ്ട്, ആ ഒരു ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ കഴിയും. ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസാണ് വരുന്നത്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ ടോട്ടൽ ബാലൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് പറയുമ്പോൾ നമുക്ക് ഇൻകം ആണ് വരുന്നത്, അതുപോലെ ഡയറക്റ്റ് ഇൻകം, ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു കമ്പനി പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് നെറ്റ് ലോസ് ആണ്. അതായത് നമ്മൾ കറക്റ്റ് ഇതിനകത്ത് ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല, അഥവാ നമ്മൾ കറക്റ്റ് ട്രാൻസാക്ഷനൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് വാല്യൂ കാണിക്കും, ലോസിലാണെങ്കിൽ ലോസ് വാല്യൂ കാണിക്കും. അപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ നെറ്റ് ലോസ് ആണ് കാണിക്കുന്നത്. 1,35,900 റുപ്പീസിന്റെ ലോസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ചേഞ്ച് വ്യൂ കൊടുക്കാവുന്നതാണ്. ചേഞ്ച് വ്യൂ കൊടുക്കാം. ഇപ്പോൾ വെർട്ടിക്കലായിട്ട് നമുക്ക് കാണാം, അതുപോലെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രണ്ട് രീതിയിൽ നമുക്കിതിനകത്ത് ചെയ്യാം. ഇനി ഓട്ടോ കോളം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്യൂറേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മന്ത്ലി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി വൈസിലുള്ള ഓരോ മാസത്തെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡാറ്റാസ് ഒന്നും അധികം എൻ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഡാറ്റാസ് വരാത്തത്. അപ്പോൾ ഏപ്രിലത്തെ, അതുപോലെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഇങ്ങനെ മന്ത്ലി ആയിട്ടുള്ള
മന്ത്ലിയിലുള്ള എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീറ്റെയിൽസ് നമുക്കതിന് കാണാൻ കഴിയുന്നതാണ്. ബാലൻസ് ഷീറ്റിനകത്തും ഇതുപോലെ ഓട്ടം കോളം പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഓരോ മാസത്തെ ബാലൻസ് ഷീറ്റ് നമുക്ക് കമ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലും ഓരോ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസ് വരുന്നത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്താണ്. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയ ടി പ്രസ് ചെയ്താലും മതി. അപ്പോൾ ട്രയൽ ബാലൻസിൽ വന്നിട്ട് നമ്മുടെ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും കാണിക്കും. അതിൻ്റെ ടോട്ടൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും വേണം. ഡെബിറ്റ് എമൗണ്ടിൻ്റെ ടോട്ടലും അതുപോലെ ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ ടോട്ടലും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നുണ്ട്, അതുപോലെ ലയബിലിറ്റീസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ചേഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലെഡ്ജർ വൈസ്, നേരത്തെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഓപ്ഷനാണ്. ഇതിൽ ലെഡ്ജർ വൈസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ ഗ്രൂപ്പ് വൈസും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ ഓട്ടോ കോളം ഇതിനകത്തും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര കോളം കാണിക്കണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കോളം എസ് ആക്കി കൊടുക്കാം. ഷോ ടോട്ടൽ കോളം എസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഓരോ മാസത്തിലെയും ട്രയൽ ബാലൻസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് വരുന്ന റിപ്പോർട്ട് പറയുന്നത് ഡേ ബുക്ക് ആണ്. അപ്പോൾ ഡേ ബുക്ക് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് ഡേ ബുക്ക് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ അണ്ടറിൽ ഡേ ബുക്ക് ഡയറക്റ്റായി കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഡേ ബുക്കിനകത്ത് പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ എൻട്രീസും ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഓരോ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഡേറ്റിൽ നമ്മൾ എന്തൊക്കെ എൻട്രീസ് കൊടുത്തിട്ടുണ്ടോ ആ എൻട്രീസ് ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഞാൻ ഡേ ബുക്ക് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 31 മാർച്ച് 2024 നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് വരും. ഇനി നമ്മളിവിടെ ഡേറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ എന്തൊക്കെ എൻട്രീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ആ എൻട്രീസ് ആയിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓരോ വൗച്ചറും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ABC ലിമിറ്റഡിൻ്റെ ഒരു പർച്ചേസ് ഓർഡർ എടുത്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്യാം. അതുപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ABC ലിമിറ്റഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എൻട്രി അവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ എൻട്രി അടിച്ചിട്ട് ഓൾട്ടർ ചെയ്യാം. അതുപോലെ സ്പേസ് കൊടുത്ത് സെലക്ട് ചെയ്യാം. പിന്നെ ഈ വൗച്ചർ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ. ഇനി ഒരു പുതിയ വൗച്ചർ ആഡ് ചെയ്യാനാണ് ആഡ് വൗച്ചർ. അപ്പോൾ നമ്മളത് ആഡ് വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വൗച്ചർ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെയിൽസ് ഓർഡറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ സെലക്ട് ചെയ്തതിൽ വെച്ചിട്ട് ആഡ് വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വൗച്ചർ ടൈപ്പ് ആ വൗച്ചർ ടൈപ്പിലോട്ട് പോകും. ഇപ്പോൾ സ്റ്റോക്ക് ജേണൽ എടുത്തിട്ട് ആഡ് വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ജേണലിനകത്താണ് പുതിയ വൗച്ചർ ആഡ് ആവുക. അതുപോലെ ഇതിൽ ഏതാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് വൗച്ചർ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൗച്ചർ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഇൻസേർട്ട് ചെയ്യാം, ഒരു വൗച്ചറിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഡിലീറ്റ് ഓൾറെഡി പറഞ്ഞ പോലെ. അതുപോലെ ക്യാൻസൽ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ വൗച്ചർ ഡിലീറ്റ് ആവില്ല, പകരം അത് ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ട് ക്യാൻസൽ കൊടുത്തിട്ട് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ വൗച്ചർ ഡിലീറ്റ് ആവുന്നില്ല, വൗച്ചർ നമ്പർ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ അത് ക്യാൻസൽഡ് ആയി ഉണ്ടാവും. അതേസമയം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൗച്ചർ നമ്പർ അതിന് ഡിലീറ്റ് ആയി പോകുന്നുണ്ടാവും. ഇവിടെ വൗച്ചർ നമ്പർ ഡിലീറ്റ് ആവില്ല, ക്യാൻസൽഡ് മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ ഒരു ലൈന് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ലൈൻ കൊടുത്താൽ മതി, ആ ലൈന് റിമൂവ് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ റിപ്പോർട്ട്സ് പറയുന്നത് ഒന്ന് ഫണ്ട് ഫ്ലോയും പിന്നെ ഒന്ന് ക്യാഷ് ഫ്ലോ ആണ്. അത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്താണ് വരുന്നത്. ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് കമ്പനിയിൽ നിന്നും എത്ര ക്യാഷ് ഇന്നായി അതുപോലെ എത്ര ക്യാഷ് ഔട്ട് ആയി എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് കാണിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഈ ഒരു റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്.
ഫണ്ട് ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് എത്ര ഇന്നായി അല്ലെങ്കിൽ എത്ര ഫണ്ട് നമുക്ക് നമ്മുടെ കമ്പനിയിലോട്ട് വന്നു, എത്ര ഫണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്നും പുറത്തായി, അതായത് ബിസിനസ്സിന് പുറത്തായി എന്നിവയൊക്കെയാണ് ഫണ്ട് ഫ്ലോനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കാം. ഇപ്പോൾ ക്യാഷ് ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഓരോ മാസത്തെ ക്യാഷ് ഫ്ലോ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ മാർച്ചിലാണ് കുറച്ച് എൻട്രീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കിവിടെ 5 lakh വന്നിട്ടുണ്ട്. അതിൽ കറണ്ട് ലയബിലിറ്റീസിന് 4800 പോയി. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസിന് കുറച്ച് എമൗണ്ട് പോയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിനും കുറച്ച് എമൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1,34,800 റുപ്പീസാണ് നമ്മുടെ ഔട്ട് ഫ്ലോ ഇവിടെ കാണിക്കുന്നത്. ഇൻഫ്ലോ വന്നിട്ട് 5 lakhും ഔട്ട് ഫ്ലോ പറയുന്നത് നമുക്ക് ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാഷ് ഫ്ലോയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ എടുത്ത് നോക്കാം. ഫണ്ട് ഫ്ലോയിൽ മാർച്ച് മാസത്തിൽ അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് സോഴ്സ് വന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നെറ്റ് ലോസ് ആണ് ഇവിടെ 1,35,900 ലോസ് ആണ് കാണിക്കുക. കാരണം ഇൻഫ്ലോ ഒന്നുമില്ല, ഫണ്ട് നമുക്ക് ഈ ഒരു ഫണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും വരുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇനിയും റിപ്പോർട്ട്സുകളുണ്ട്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ മതി. ഇപ്പോൾ ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് ഇൻവെൻട്രി ബുക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ സമ്മറി കാണാം, ഗോഡൗണിൻ്റെ സമ്മറി അറിയാം, അതുപോലെ സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറി, സ്റ്റോക്ക് കാറ്റഗറിയുടെ സമ്മറി, സെയിൽസ് ഓർഡറിൻ്റെ ബുക്ക്, പർച്ചേസ് ഓർഡർ ബുക്ക്, പറഞ്ഞാൽ ഒത്തിരി റിപ്പോർട്ട്സ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇതൊക്കെ വന്നിട്ട് രജിസ്റ്റേഴ്സുകളാണ്. സ്റ്റോക്ക് ട്രാൻസ്ഫർ ജേർണൽ രജിസ്റ്റർ, ഫിസിക്കൽ സ്റ്റോക്ക് രജിസ്റ്റർ, ഇതൊക്കെ നമ്മൾ അവിടെ ഓരോ വൗച്ചർ എൻട്രീനനുസരിച്ച് ഇവിടെ റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ട് വരും. ഒരു ക്വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകും. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് പറഞ്ഞാൽ നമ്മുടെ GST റിപ്പോർട്ട്സ് ആണ്. അതുപോലെ പേറോൾ റിപ്പോർട്ട്സ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ റിപ്പോർട്ട്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഗേറ്റ് വേ ഫയലിനകത്ത് കാണുന്ന മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് സ്റ്റോക്ക് സമ്മറിയാണ്. അതായത് നമ്മുടെ ഇൻവെൻട്രിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് ആ ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്നതിനാണ് സ്റ്റോക്ക് സമ്മറി യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ സ്റ്റോക്ക് സമ്മറിയിൽ ഇപ്പോൾ ബിസ്ക്കറ്റ്സ് പറയുന്നത് 1,000 റുപ്പീസിൻ്റെ ബിസ്ക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ റൈസ് പറയുന്നത് 3,000 വാല്യൂ ഉള്ള റൈസ് കയ്യിലുണ്ട്. അതിൽ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ 100 kg റൈസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. 30 റുപ്പീസ് റേറ്റിനാണ് നമ്മളത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ പറയുന്നത് 3,000 ആണ്. വീണ്ടും നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസത്തെയും ഇൻവേർഡ്സും ഔട്ട്വാർഡും നമുക്ക് കാണിച്ചു തരും. അതുപോലെ ക്ലോസിംഗ് ബാലൻസും കാണിച്ചു തരും. വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ കയ്യിൽ നിന്നാണോ നമ്മളത് പർച്ചേസ് ചെയ്ത് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചു തരും. ഇപ്പോൾ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വൗച്ചർ എൻട്രീസിനോട്ടേക്കും അത് പോയിണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് സമ്മറി ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ടാലിയിൽ വരുന്ന മറ്റു 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബാക്കപ്പും റീസ്റ്റോർ ആണ്. അപ്പോൾ അത് വന്നിട്ട് ഡാറ്റ പറഞ്ഞ ഓപ്ഷൻ അണ്ടറിലാണ് വരുന്നത്. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ബാക്കപ്പ് ഉണ്ട്, റീസ്റ്റോർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റാസും നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനാണ് ഈ ബാക്കപ്പ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് വേറെ എവിടെയെങ്കിലും റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ റീസ്റ്റോർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ബാക്കപ്പിലോട്ട് പോകാം. ബാക്കപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കപ്പ് ഏത് പാത്തിലാണോ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഓൾറെഡി ഇതിനകത്തൊരു പാത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പെസിഫൈ പാത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സെലക്ട് ഫ്രം ഡ്രൈവ് കൊടുക്കാം. ഞാനിവിടെ സ്പെസിഫൈ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാത്ത് അറിയുമെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് ഡ്രൈവിലോട്ടാണ് നമുക്ക് ഈ ഒരു ബാക്കപ്പ് കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെയിം പഴയ ലൊക്കേഷൻ തന്നെ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ പഴയ പാത്ത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏത് കമ്പനീൻ്റെ ബാക്കപ്പാണ് നമുക്ക് എടുക്കേണ്ടത് അത് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ നൂറിന് ഇൻഫോടെക്കിൻ്റെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെ ബാക്കപ്പ് എടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ കമ്പനിയുടെ ബാക്കപ്പ് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിങ്ങനെ റീസ്റ്റോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ വീണ്ടും ഡാറ്റയിൽ പോവാം.
റീസ്റ്റോർ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ പാത്ത് ചോദിക്കും. അത് നമുക്ക് മറ്റ് ബാക്കപ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇനി ഏതിൻ്റെ ബാക്കപ്പ് എടുത്താണ് റീസ്റ്റോർ ചെയ്യേണ്ടത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നൂറിൻ ഇൻഫോടെക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഓവർ റൈറ്റ് ആവുന്നുള്ള മെസ്സേജാണ്. അപ്പോൾ നമുക്കത് ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ ഞാൻ യെസ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് റീസ്റ്റോർ ആയിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്പനി വീണ്ടും ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ഓപ്ഷൻ പറയുന്നത് സ്പ്ലിറ്റ് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് നമ്മുടെ കമ്പനി ഡാറ്റ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലുള്ള ഡാറ്റാസിന് ഒരു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ നമുക്ക് അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ സെയിം കമ്പനി നെയിം വെച്ചിട്ട് വേറൊരു കമ്പനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതേ കമ്പനിയിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ പഴയ അക്കൗണ്ടിങ് പീരീഡിലെ ഡാറ്റാസ് അവിടെ നിന്നുണ്ടാവും. പുതിയ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ അടിക്കുന്നതൊക്കെ ഫ്രഷ് ആയിട്ട് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡാറ്റാസ് വെരിഫൈ ചെയ്യണം. അപ്പോൾ കമ്പനി നെയിം ഇവിടെ ചോദിക്കും. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം, യെസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എറേഴ്സ് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. വീണ്ടും ഡാറ്റയിൽ പോവാം, സ്പ്ലിറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സ്പ്ലിറ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ നൂർനി ഇൻഫോടെക് പറയുന്നത് ഫ്രം 1 April 2023 ഒരു കമ്പനിയാണ്. രണ്ടാമത് വരുന്ന കമ്പനി വരുന്നത് നൂർനി ഇൻഫോടെക് ഫ്രം 1 April 2024. അത് ഓരോ വർഷത്തെ 2 കമ്പനിയായിട്ട് അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് അപ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് ഫ്രം ഡേറ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് ചെയ്യുന്നില്ല. കണ്ടിന്യൂ ടു സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ യെസ് കൊടുക്കാം. സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നൂർനി ഇൻഫോടെക് പറഞ്ഞ കമ്പനി 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം, മറ്റേതിൽ പഴയ ഡാറ്റാസ് അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് ബാലൻസ് ഷീറ്റാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിച്ചു. അതിനുശേഷം ട്രയൽ ബാലൻസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും ഡേ ബുക്കിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ പറഞ്ഞത് ഡാറ്റ എങ്ങനെ ബാക്കപ്പ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം, ഒരു കമ്പനി തന്നെ 2 ആയിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ പറയുന്നത്, അതായത് ഈ ഒരു ടാലി ട്യൂട്ടോറിയൽ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഞങ്ങളുടെ നൂർനി ഇൻഫോടെക് ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ബേസിക് അല്ലാതെ കൂടുതലായിട്ട് ടാലിനെ കുറിച്ചിട്ട് ഒന്നും കൂടി അറിയണം എന്നുള്ളവർ ആ വീഡിയോസും കൂടെ റെഫർ ചെയ്യാവുന്നതാണ്. നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.